ദേശീയപാത അതോറിറ്റിക്ക് തിരിച്ചടിയായി പാലിയേക്കര ടോൾ പിരിവ് നിർത്തിവെച്ച് ഹൈക്കോടതി 4 ആഴ്ചത്തേക്കാണ് ടോൾ പിരിവ് തടഞ്ഞത്. പ്രശ്നങ്ങൾ സമയബന്ധിതമായി പരിഹരിക്കാൻ ദേശീയപാത അതോറിറ്റിക്ക് കഴിഞ്ഞിട്ടില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. അടിപ്പാത നിർമ്മാണത്തെ തുടർന്ന് ദേശീയപാതയിൽ ജനങ്ങളെ വലച്ച വൻ ഗതാഗതക്കുരുക്കിലാണ് നിർണായക നടപടി. വലിയ പ്രതിഷേധത്തിനും നിയമപോരാട്ടത്തിനും ഒടുവിലാണ് പാലിയേക്കരയിലെ ടോൾ പിരിവ് നിർത്താനുള്ള ഹൈക്കോടതി ഉത്തരവ്. പുതുക്കാട്, പേരാമ്പ്ര, മുരിങ്ങൂർ, കൊരട്ടി, ചിറങ്ങര തുടങ്ങിയ 5 ഇടങ്ങളിൽ അടിപ്പാത നിർമ്മാണത്തെ തുടർന്ന് മണിക്കൂറുകൾ നീളുന്ന ഗതാഗതക്കുരുക്കാണ് യാത്രക്കാർ അനുഭവിക്കുന്നത്. പലകുറി ഹൈക്കോടതി ഉൾപ്പെടെ വടിയെടുത്തു, സമയം അനുവദിച്ചു, പ്രശ്നപരിഹാരമായില്ല. ഇതോടെയാണ് 4 ആഴ്ച ടോൾ പിരിവ് നിർത്തിവെക്കാനുള്ള തീരുമാനത്തിലേക്ക് കോടതി കടന്നത്. ഹൈക്കോടതി വിധി ജനങ്ങളുടെ വിജയമെന്ന് ഹർജിക്കാരൻ ഷാജി കോടൻകണ്ടത്ത്. വലിയ സന്തോഷമുണ്ട്. ഇത് ഒരു ജനങ്ങളുടെ വിധിയാണ്. ഒരുപാട് ആളുകൾ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതിലുണ്ടായ ബുദ്ധിമുട്ട് ഒരുപാടാണ്. ഈ ടോള് പിരിച്ചിട്ട് നമ്മൾ പഞ്ചായത്ത് റോഡിലൂടെയും സ്റ്റേറ്റ് ഹൈവേയിലൂടെയും ഡൈവേർട്ട് ചെയ്ത് പോവുക എന്ന് പറഞ്ഞാൽ വലിയ സങ്കടമുള്ള കാര്യമാണ്. കോടതി സാധാരണക്കാരെ കൂടെയാണെന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ വിധി. പ്രശ്നങ്ങൾ സമയബന്ധിതമായി പരിഹരിക്കാൻ ദേശീയപാത അതോറിറ്റിക്ക് കഴിഞ്ഞില്ലെന്നും പറഞ്ഞ നടപടികൾ സ്വീകരിക്കാതെ ടോൾ പിരിവ് തുടർന്നെന്നും കോടതി വിമർശിച്ചു. ഉത്തരവ് ലഭിച്ചതിന് പിന്നാലെ ടോൾ പിരിവ് നിർത്തി. നടപടിയിൽ യാത്രക്കാർ ആഹ്ലാദം പ്രകടിപ്പിച്ചു. ഇപ്പോ 2 ആഴ്ചക്ക് അങ്ങോട്ടല്ലേ പറഞ്ഞ 4 ആഴ്ച റോഡ് നന്നായാൽ മതി, അത്രേ പറയാനുള്ളൂ. നല്ല കാര്യമാണ്, വണ്ടികൾക്ക് വേഗം പോവാലോ, സന്തോഷമായ കാരണം നല്ല കാര്യമാണത്. ഞങ്ങൾക്കിപ്പോൾ എറണാകുളത്ത് നിന്ന് വരിക, ചില ദിവസങ്ങളിൽ മണിക്കൂർ കണക്കിന് ബ്ലോക്ക് വിട്ടിട്ടാണ് വരാറുള്ളത്. ഇപ്പോൾ ഇവിടെ ടോളും കൊടുക്കണം, റോഡും ഇല്ല. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. 24 തൃശ്ശൂർ.